എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈരാറ്റുപേട്ടയുടെ ചരിത്രമാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട് ഈ വാണിജ്യ ജനവാസ കേന്ദ്രത്തിന്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന വഴി ഈരാറ്റുപേട്ട വഴി കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇതിൻ്റെ തുടക്കം ചൈനയിൽ നിന്ന് റോമിലേക്കുള്ള പാതയായിരുന്നു ഇത്. അതിന് 25 നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലുള്ള കാശ്മീർ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മധുര, അതുപോലെ പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളുമായി ഇത് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. മധുരയിൽ നിന്ന് ഇവിടേക്ക് മറ്റൊരു പാതയുണ്ടായിരുന്നു. ആ പാതയെന്ന് പറയുന്നത് തേനി, കമ്പം വഴി, ലോവർ ക്യാമ്പ്, കൊമളി, വണ്ടിപ്പെരിയാറ്, ചെമ്മണ്ണ് വഴി, അടിവാരം വഴി, ഈരാറ്റുപേട്ട തലപ്പലം വഴി അത് പോയത് അതിരമ്പുഴയ്ക്കാണ്. അങ്ങനെയുള്ള ഒരു രാജപാത ഉണ്ടായിരുന്നു. ചരക്കുകൾ കൊണ്ടുവരാനും ആളുകൾക്ക് യാത്ര ചെയ്യാനും ഈ പാത ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാർ പല്ലക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. അതിന് മാത്രമല്ല, ഇവിടെ നിന്ന് വേറൊരു വലിയ ജലപാതയുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാറിൽ നിന്ന് വന്ന് ഈരാറ്റുപേട്ട വഴി ഭരണങ്ങാനം കൂടി പാല, കിടങ്ങൂര്, ഏറ്റുമാനൂർ, അതിരമ്പുഴ കൂടി വേമ്പനാട്ടുകായലിലെത്തുന്ന ഒരു ജലപാതയുണ്ടായിരുന്നു. അക്കാലത്ത് ചരക്കുകളൊക്കെ കൊണ്ടുപോയിരുന്നത് വള്ളങ്ങളിലായിരുന്നു. കെട്ടുവള്ളങ്ങളിലും അതുപോലെ തന്നെ ചെങ്ങാടങ്ങളിലുമായിരുന്നു. കെട്ടുവള്ളങ്ങളിൽ 100 അടി നീളമുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വലിയ തടിയിലും വെള്ളത്തിലെ വ്യവസ്ഥ അനുസരിച്ച് വെള്ളത്തിനടിയിൽ കമുകുകൾ ബന്ധിപ്പിച്ചിട്ടാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. മുകളിലൊരു കമാനമുണ്ടായിരുന്നു. അവിടെ നിന്നാൽ മുൻപോട്ടുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. അങ്ങനെ എത്തിക്കുന്ന ഒരു ഏർപ്പാട് ഒരു കാലത്തുണ്ടായിരുന്നു. ഇവിടുന്ന് വലിയ തേക്കും തടികൾ, വീട്ടിത്തടികൾ, ആഞ്ഞിലി എന്നിവയാണ് കൊണ്ടുപോയിരുന്നത്. പിന്നെ തേങ്ങ, കുരുമുളക്, ചുക്ക്, കന്മദം, ഏലക്ക തുടങ്ങി നിരവധി സുഗന്ധദ്രവ്യങ്ങൾ, വ്യഞ്ജനങ്ങൾ ഇവിടെ നിന്ന് വെമ്പലാട് കായൽ വഴി വിദേശങ്ങളിലേക്ക് പോയിരുന്നു. അങ്ങനെ ഇവിടെ ചൈനക്കാർ വന്നിരുന്നു, അറബികൾ വന്നിരുന്നു, യഹൂദർ വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ ഈ സിൽക്ക് റൂട്ട് വഴിയും ഈ വെള്ളമാർഗവും ജലമാർഗവും കൂടി എത്തിയിരുന്നു. ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു ഇവിടെ. വേനൽക്കാലത്ത് തടിയെല്ലാം ശേഖരിച്ച് വെച്ച് മഴക്കാലത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ചായിരുന്നു പോയിരുന്നത്. 12 മാസവും വെള്ളം ഇവിടെ എത്തി വള്ളങ്ങൾക്ക് എത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ആറ്റുവഞ്ചിയും മണിമരുതും ഇല്ലിയും ഈറ്റിയും എല്ലാം കെട്ടിപ്പണഞ്ഞ് കിടന്നിരുന്നുകൊണ്ട് ആറ്റിൽ വെള്ളത്തിന് ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. വലിയ വള്ളങ്ങളിൽ കൊണ്ടിരുന്ന സാധനങ്ങൾ ചെറിയ വള്ളങ്ങളിലാണ് ഉൾപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ വളരെ പുരാതനമായ ഒരു ചരിത്രം ഈ പ്രദേശത്തിനുണ്ട്. 1954 ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുമൊത്ത് ഈരാറ്റുപേട്ടയിലെത്തുകയും ചങ്ങാടത്തിൽ കയറി 6 കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് ഈരാറ്റിട, ഈരാപ്പുഴ, ഈരാറ്റുള്ളി, ഈരാറ്റൂർ എന്നിങ്ങനെയൊക്കെ പല പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഒരു രാജാവും ഉണ്ടായിരുന്നു. അതായത് ഇടത്തിത്തമ്പുരാക്കന്മാരെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ കടുവാമൂഴിക്കടുത്ത് എടത്തംകുന്നിലാണ് താമസിച്ചിരുന്നത്. അവരിവിടെ വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പാറക്കലച്ചന്മാരായിരുന്നു ഈ പ്രദേശത്തിൻ്റെ ഭരണകർത്താക്കൾ. അവരുടെ ഭരണപ്രദേശം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ പടിഞ്ഞാറോട്ടുള്ള പ്രദേശമായിരുന്നു. പിന്നെ ഇടത്തിത്തമ്പുരാക്കന്മാരുടെ ഭരണപ്രദേശം. അതിലിപ്പോൾ കിഴക്കോട്ടുള്ളത് പൂഞ്ഞാരിത്തമ്പുരാൻ്റെ ആയിരുന്നു. അവിടെ ഒരു പ്രാവും കൂടെ ഉണ്ടായിരുന്നു. അവിടെ കോട്ടയും കോട്ടവാതിലും ഉണ്ടായിരുന്നു. ആ കോട്ടയ്ക്കകത്ത് സൈനികരും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. 1925 ഈ കോട്ട ഈരാറ്റുപേട്ട മാർക്കറ്റായിട്ട് രൂപാന്തരപ്പെട്ടത്. ആ മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഈ മീനച്ചിൽ, പിന്നെ പാല, ഭരണങ്ങാനം, വേലുകാവ്, തീക്കോയി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിന് നികുതികളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ വലിയൊരു ചരിത്രം ഇതിന് കിടപ്പുണ്ട്. പിന്നെ മറ്റൊന്നുണ്ട്, കാളവണ്ടികൾ ഇവിടുന്ന് പിന്നെ അതിരമ്പുഴയ്ക്കും എല്ലാം പോയിരുന്നു. 10-40 കാളവണ്ടികളിലൂടെ നിരനിരയായിട്ട് കിടക്കുന്ന കാഴ്ച സർവ്വസാധാരണമായിരുന്നു. ഇവിടുന്ന് കൊമളിക്ക് പോകാൻ വേണ്ടി അങ്ങനെ പല വണ്ടികളും വള്ളങ്ങളും എല്ലാം സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് 1958 ഈരാറ്റുപേട്ട 2 പാലം നിർമ്മിച്ചതോടുകൂടിയാണ് ഈ ജലഗതാഗതം നിശ്ചലമായത്. കാളവണ്ടിയുടെ സർവീസൊക്കെ നിന്ന് പോയത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ പിന്നെ 58 ഈ പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ പാലം നിർമ്മിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു. വടക്കേക്കരയിൽ നിന്ന് നേരിട്ട് അരുവിത്രക്കരയിലേക്ക് ഒരു പാലമാണ് സർക്കാർ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തെക്കേക്കരയ്ക്കും അരുവിത്രക്കരയും പേട്ടക്കരയ്ക്കും ഓരോ 2 പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 25,000 രൂപ വീതം കെട്ടിവെക്കേണ്ട വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. 1958 ഓഗസ്റ്റ് 7 പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ പിടിച്ചു കുലുക്കിയ വലിയ വെള്ളപ്പൊക്കമുണ്ടായത്. ആ വെള്ളപ്പൊക്കത്തിൽ പെരുങ്കുളത്തു നിന്നൊരു 2 നില വീട് തടി കൊണ്ടുള്ളതാണ് ഒഴുകി വന്ന് ഈരാറ്റുപേട്ട പാലത്തിൽ ഇടിച്ചാണ് തകർന്നത്. അതുവരെ അവരുടെ നിലവിളി നാട്ടുകാർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. AD 52 തോമസ് ലീഹ
കൊടുങ്ങല്ലൂരിൽ നിന്നിറങ്ങി അദ്ദേഹം 67 വന്ന് അരുവിത്തറ പള്ളി സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയാണ് എനിക്ക് മനസ്സിലായിടത്തോളം 621 മാലിക് ഇബ്നു ഹബീബും മാലിക് പിന്നെ ഇബ്നു നൂറും കൊടുങ്ങല്ലൂരെത്തിയത്. അതിൽ ഹബീബിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം അന്നത്തെ പ്രധാന കച്ചവട കേന്ദ്രമായി ഈരാറ്റുപേട്ടയിൽ എത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തിന് ഇവിടുത്തെ അമ്പലങ്ങൾ 2 അമ്പലങ്ങൾ പ്രധാനമായിട്ടുണ്ട്. അതായത് ഒന്ന് അങ്കാളമ്മൻ കോവിലും മറ്റേ നടക്കൽ ഭദ്രകാളി ക്ഷേത്രവും. ഇവ രണ്ടിനും 2500-3000 വർഷത്തെ പഴക്കമുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വളരെ പുരാതനമായ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നതാണ്. ഈരാറ്റുപേട്ടയെ 2 നദികളാണ് ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. തെടക്കനാറും വടക്കനാറും രണ്ടും കൂടി ചേരുന്നത് ഈരാറ്റുപേട്ടയ്ക്ക് താഴെ വന്നാണ് ചേരുന്നത്. അപ്പോൾ ഇനി അതിനോടൊപ്പം തന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പിന്നെ പഞ്ചായത്തിൻ്റെ രൂപവൽക്കരണമാണ്. പഞ്ചായത്തിൻ്റെ രൂപവൽക്കരണത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1952 കേരളത്തിൽ പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കപ്പെട്ടു. എ ജെ ജോൺ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, കേരളത്തിലല്ല തിരുവിതാംകൂറിൽ, തിരുക്കൊച്ചിയിൽ. അപ്പോൾ ആ സമയത്ത് ഇതിനാവശ്യമുണ്ടായിരുന്നു, പക്ഷേ അന്ന് അത് അനുവദിച്ചില്ല. 54 പട്ടനാടുള്ള മുഖ്യമന്ത്രി തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ നടപ്പിൽ വന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം പോയി, കേരള സംസ്ഥാനം രൂപവൽക്കരിക്കപ്പെട്ടു, അതിൻ്റെ പ്രവർത്തനമെല്ലാം മന്ദീഭവിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് 60-ൽ പട്ടനാടുള്ള അന്ന് ആദ്യത്തെ പഞ്ചായത്ത് മന്ത്രി പി കെ കുഞ്ഞായിരുന്നു. 1960-ൽ പട്ടനാടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അന്നത്തെ മന്ത്രി എന്ന് പറയുന്നത് അന്നത്തെ പഞ്ചായത്ത് മന്ത്രി പ്രൊഫസർ പി ഉമ്മർകോയി ആയിരുന്നു. ഏതായാലും അന്ന് 62-ൽ ഇത് അനുവദിച്ചു ഈരാറ്റുപേട്ട പഞ്ചായത്ത്. കാരണം ദീർഘകാല ആവശ്യമാണ്. തിരുവിതാംകൂറിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു പഞ്ചായത്ത് വേണമെന്നുള്ള വളരെ ശക്തമായ ഒരു ആവശ്യം പരിഗണിച്ചും ബഹുമാനിച്ചുമാണ് ഇത് അനുവദിച്ചു കൊടുത്തത്. ഇത് അനുവദിച്ചു കൊടുത്തപ്പോൾ തന്നെ 63 ഡിസംബർ 23-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 64 ജനുവരി 1-ന് പുതിയ പഞ്ചായത്ത് സമിതി ഭരണമേറ്റു. അതിൻ്റെ അതിർത്തികൾ പറയാം. നേരത്തെ അങ്ങനെ ഒരു പഞ്ചായത്ത് ഇല്ലായിരുന്നല്ലോ. തെക്കേക്കരയും അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷനും അതുപോലെ അരുവിത്തറക്കര പ്രദേശങ്ങളെല്ലാം തെടനാട് പഞ്ചായത്തിൽ നിന്നും, വടക്കേക്കര മുഴുവനും തലപ്പലം പഞ്ചായത്തിൽ നിന്നും, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കിഴക്കോട്ടുള്ള പ്രദേശം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ നിന്നും എടുത്ത് യോജിപ്പിച്ചുണ്ടാക്കിയ പഞ്ചായത്താണ് ഈരാറ്റുപേട്ട പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൻ്റെ മൊത്തം ദൈർഘ്യം എന്ന് പറയുന്നത് 7 ചതുരശ്ര കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 1800 ഏക്കർ സ്ഥലം. അതായത് ആറും തോടും വീടും കടയും എല്ലാം ഉൾപ്പെടെയുള്ളതാണ് ഈ പറഞ്ഞ വിസ്തൃതി. ഇത്രയും ചെറിയൊരു പഞ്ചായത്താണ്. ഇവിടുത്തെ വിസ്തൃതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പഞ്ചായത്തിലെ ശരാശരി 6000 ആളുകളാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ താമസിക്കുന്നത്. 40,000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. മറ്റ് തമിഴ്നാട്ടിൽ നിന്നും ഒറീസയിൽ നിന്നും വരുന്ന തൊഴിലാളികൾ വേറെയാണ്. വാടകയ്ക്ക് താമസിക്കുന്നവർ ഇതിനേക്കാൾ കൂടുതൽ വരും, അത് വേറെയാണ്. 40,000-ലധികം ആളുകൾ ദിവസം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശമാണിത്. മറ്റ് പഞ്ചായത്തിലൊക്കെ ചതുരശ്ര കിലോമീറ്ററിൽ 500-ൽ താഴെ ആളുകൾ മാത്രമാണ് വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും ഇതിലുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയിൽ 92% മുസ്ലിങ്ങളാണ്, 5% ക്രിസ്ത്യാനികളും 3% ഹിന്ദുക്കളുമാണ് ഈ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പം ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പി ഈസാ ഖാനാണ്. അതിനുശേഷം രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് ടി.എം. മീരാണനാണ്. ടി.എം. മീരാണിന് ശേഷമാണ് അഡ്വക്കേറ്റ് ഹാജി വി.എം.എ. കരീം പ്രസിഡൻ്റായി. അതിനുശേഷം പിന്നെ ഹാജി പി കെ അലിയാർ പ്രസിഡൻ്റായി. ഹാജി ഔഫുൽ തമ്പ് റാവുത്തർ പ്രസിഡൻ്റായി. അതിനുശേഷം പ്രസിഡൻ്റായത് റസിയ സുജ പ്രസിഡൻ്റായി. സുഹറ അബ്ദുൽ ഖാദർ പ്രസിഡൻ്റായി. പിന്നെ അതിനുശേഷം വന്നാണ് നമ്മുടെ ബഹുമാന്യനായ കെ.എം. മുഹമ്മദ് ഹാഷിം. ഇത്രയും ആളുകൾ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരായി. അപ്പോൾ ഈ പഞ്ചായത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. എൻ ജോസഫ് വനംവകുപ്പ് മന്ത്രിയായി സമയത്ത് പുഞ്ഞാറിനാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്. അന്നാണ് 1990-ലാണ് ഇതിനെ മുനിസിപ്പാലിറ്റി ആയിട്ട് ഉയർത്തി. അതിന് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ 2 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. അന്നത്തെ ആദ്യത്തെ അവസാനത്തെ മുനിസിപ്പൽ കമ്മീഷണറായിരുന്നു ആനി സ്റ്റീഫൻ. അത് കഴിഞ്ഞ് 1992 അവസാനം 93 ആരംഭത്തോടുകൂടി വീണ്ടും ഇതിനെ പഞ്ചായത്തായിട്ട് തരം താഴ്ത്തി പ്രക്ഷോഭം നടത്തിയതാണ്. അതിനുശേഷം 2015-ലാണ് ഇത് വീണ്ടും മുനിസിപ്പാലിറ്റി ആയിട്ട് ഉയർത്തിയത്. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റി ആയിട്ട് ഉയർത്തി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെയർമാൻ ടി.എം. റഷീദാണ്. അതിനുശേഷം ചെയർമാനായത് വി.എം. സിറാജ് ചെയർമാനായി. അതിനുശേഷം നിസാർ കുർബാനി ചെയർമാനായി. അതിനുശേഷമാണ് സുഹറ അബ്ദുൽ ഖാദർ ചെയർപേഴ്സണായി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെയർപേഴ്സണുമായ 2 സ്ഥാനവും വഹിച്ച ഏക വ്യക്തി സുഹറ അബ്ദുൽ ഖാദറാണ്. അപ്പോൾ ഇതാണ് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. പിന്നെ ഈ പഞ്ചായത്തിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. 5 ഹയർ സെക്കൻഡറി സ്കൂളുകളും 1 ഹൈസ്കൂളും പിന്നെ 3 LP സ്കൂളുകളും 1 UP സ്കൂളും ഉണ്ട്. പിന്നെ ഒരു സീനിയർ കോളേജുണ്ട്, അരുവിത്തറ സെൻറ്റ് ജോർജസ് കോളേജ് 65 സ്ഥാപിച്ചതാണ്, വലിയ കോളേജാണ്. പിന്നെ അതുപോലെ അനേകം
കമ്പ്യൂട്ടർ സെൻ്ററുകളായിട്ടും അനേകം സ്ഥാപനങ്ങളുണ്ട്. 2500-ലേറെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മറ്റൊരു സവിശേഷത, ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഒരു 40%-ഓടും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് വെളിയിലുള്ള അമുസ്ലിം ആളുകളാണ് ഇത് നടത്തുന്നത്. അപ്പം വലിയൊരു സഹകരണം ഇവിടെ നടക്കുന്നുണ്ട്. വലിയ കച്ചവട ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് പേട്ട നിൽക്കുന്നത്, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും ഇവിടെ കടന്നു പോയേ പറ്റൂ. എല്ലാത്തിൻ്റെ ഒരു കേന്ദ്രമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാധാന്യവും ഈ നഗരത്തിനുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി മഹാന്മാർക്ക് ഈ പഞ്ചായത്ത് ജന്മം നൽകിയിട്ടുണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. കോളേജ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ പീർ മുഹമ്മദ് ഖാൻ, അതുപോലെ പ്രൊഫസർ പി കെ ജലാലുദ്ദീൻ, AM റഷീദ്, ഡോക്ടർ ജോർജ് കുട്ടി മുണ്ടമറ്റം, ഡോക്ടർ റെജി മേക്കാടൻ എന്നിവർ ഈ കോളേജ് പ്രിൻസിപ്പൽമാരായ ഈ പഞ്ചായത്തിൻ്റെ സന്തതികളാണ്. പ്രൊഫസർ MK ഫരീദ് കോളേജ് പ്രിൻസിപ്പളും ജില്ലാ പഞ്ചായത്ത് അംഗവും ഈരാറ്റുപേട്ട ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അതുപോലെ പിന്നെ പ്രൊഫസർ ലോപ്പസ് മാത്യു, അദ്ദേഹം പ്രൊഫസർ മാത്രമല്ല, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, അതുപോലെ പിന്നെ PSC മെമ്പറായിരുന്നു. അങ്ങനെ പല സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേയേറെ ആളുകളുണ്ട്. നമ്മുടെ ബഹുമാന്യനായ MK കൊച്ചുമക്കാർ, അദ്ദേഹം വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ M അബ്ദുൽ ഖാദർ, അദ്ദേഹം MESൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. M ഫരീദ് സാഹിബ് ഈ പ്രദേശത്തെ ആദ്യത്തെ MA LLB കാരനാണ്, വലിയ ബിരുദം നേടിയ ആളാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ ആദ്യത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള MBBS ഡോക്ടറാണ് PM മത്തായി പുളിക്കൽ. അദ്ദേഹത്തിൻ്റെ ആശുപത്രി ആശ്രയിക്കാത്തവരൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റാണ് നമ്മുടെ ബഹുമാനനായ ഡോക്ടർ സാവിയോ തെള്ളി. അതുപോലെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ ഡോക്ടർ ജേക്കബ് മത്തായി. അതുപോലെ നസീർ എട്ടുവെങ്കിലാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആദ്യം ഉണ്ടായ മുസ്ലിം ആയിട്ടുള്ള ഡോക്ടർ. അതുപോലെ ഇവിടുത്തെ ഏറ്റവും പഴയ വലിയ കച്ചവട പ്രമാണിയായിരുന്നു PM ഖാൻ. റേഷൻ്റെ എല്ലാം മൊത്ത വ്യാപാരം അദ്ദേഹത്തിനായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്ന ബഹുമാന്യനായ PS ഹസൻ സാഹിബ്, പൂഞ്ഞാർ MLA ആയി 33 വർഷം സേവനമനുഷ്ഠിച്ച PC ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ്, പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന PK പ്രഭാകരൻ നായർ, സുനിൽ ബാബു പാറക്കൽ, അദ്ദേഹം MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരായിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസ്, എബ്രഹാം ജോർജ് വയമ്പോത്തനാൽ, പിന്നെ ബഹുമാന്യനായ VM സെയ്ദ് മുഹമ്മദ്, ജേക്കബ് വള്ളിക്കാപ്പൻ, അതുപോലെ PK ഖാദർ, അതുപോലെ കോൺഗ്രസിന് ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കന്മാരായ ബഹുമാന്യനായ അഡ്വക്കേറ്റ് VM ഇലിയാസ്, PH നൌഷാദ്, PMC ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായ PE സക്കീർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡൻറ്റുമായ AMA ഖാദർ, ഹൈക്കോടതി ജഡ്ജിയായ ഷിജു ഷെയ്ഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റുമായ MK തോമസ് കുട്ടി, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ TPM ഇബ്രാഹിം ഖാൻ, അമേരിക്കയിലെ പ്രശസ്ത എഴുത്തുകാരനും എഞ്ചിനീയറുമായ VR ഫിറോസ്, സ്വന്തം സ്ഥലം നടക്കൽ നാട്ടുകാർക്ക് വേണ്ടി വീട് വയ്ക്കാൻ വിട്ടുകൊടുത്ത പുന്നൂസ് കൊട്ടുകാപ്പള്ളി തുടങ്ങിയവർ ഈ പ്രദേശത്തിന് ബഹുമതി നേടിക്കൊടുത്ത ആളുകളാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സത്യം പറയുമ്പോൾ ഇവിടെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ക്രൈം റേറ്റ് കുറവാണ്. ഇവിടുത്തെ വഴക്കുകളൊക്കെ പള്ളി പറഞ്ഞ് തീരുകയാണ് പതിവ്. കോടതിയിലേക്ക് പോകുന്ന കേസുകൾ വളരെ കുറവാണെന്നുള്ളൊരു സത്യം ബാക്കി നിൽക്കുന്നു. അപ്പം അങ്ങനെ കുറേയേറെ പരാതികളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈരാറ്റുപേട്ട ഈ പ്രദേശത്തെ ഉൾപ്രദേശത്തുള്ള തടികളും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിറ്റ് കാര്യങ്ങൾ നടത്തുന്നതിൽ ഇവിടുത്തെ സുഹൃത്തുക്കൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് എനിക്ക് ഈ പഞ്ചായത്തിന്, ഈ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയാനുള്ളത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡേഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡേഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡേഫിക്സ്. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ്, നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട.